സീൻ്റെ ഒരു പാറ്റേൺ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നത് Z800ലാണ്. ലോവർ ഗിയേഴ്സിലും ഹയർ ഗിയേഴ്സിലായാലും നമുക്ക് ഒരേപോലെ ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ്. നമുക്ക് എല്ലാവരും ഒരു ആകാംക്ഷയോടെ ഉണ്ടാവില്ല നമുക്ക് ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് കൊണ്ട് കേൾക്കാനൊരു. നമസ്കാരം, വീൽ ഫോർ ലൈഫിലെ സ്വാഗതം. ഇന്ന് നമ്മളെ കൂടെയുള്ളത് ജാപ്പനീസ് നിർമ്മാതാവായ കവാസാക്കിയുടെ Z800 എന്ന് പറഞ്ഞ മോഡലാണ്. നമുക്കറിയാം മിഡിൽ വെയിറ്റ് സൂപ്പർ വെഹിക്കിളിൻ്റെ കാറ്റഗറിയിൽ വരുന്നൊരു മോഡലാണ്. 2014 തൊട്ട് 17 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായ മോഡലാണ്. ഇപ്പോൾ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. അതിന് പകരം കവാസാക്കി കൊണ്ടുവന്ന മോഡലാണ് Z900. Z900 വന്നെങ്കിലും നമുക്ക് സീൻ്റെ ഒരു പാറ്റേൺ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നത് Z800ലാണ്. ഈവൻ സീറ്റ് കവറിൽ വരെ സീൻ്റെ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം കുറച്ചും കൂടി ഒരു മോൺസ്റ്റർ ലുക്കുള്ളത് Z800 ആയതുകൊണ്ട് തന്നെ ഇപ്പം പലർക്കും ഇഷ്ടം Z800നോടാണ്. അപ്പോൾ Z800 വരുമ്പോൾ നമുക്ക് 806 cc ഇൻലൈൻ 4 എഞ്ചിനാണ് വരുന്നത്. ഭയങ്കര റിലയബിളായ, നമുക്കറിയാം കവാസാക്കിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിലയബിളായ എഞ്ചിനാണ്. ഇതിൽ പവർ ഫിഗർ നോക്കുകയാണെങ്കിൽ നമുക്ക് 115 PS പവറും അതുപോലെ തന്നെ 83 Nm ടോർക്കുമാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കവാസാക്കിൻ്റെ എൻട്രി ലെവൽ ബൈക്കെല്ലാം അത്യാവശ്യം എക്സ്പെൻസീവായി തോന്നുമെങ്കിലും നമുക്കൊരു 10 lakh അല്ലെങ്കിൽ അതിന് പുറത്ത് വരുന്ന ബൈക്കെല്ലാം അത്യാവശ്യം വാല്യൂ ഫോർ മണിയാണെന്ന് പറയാൻ കഴിയും. കാരണം ഈ സെഗ്മെൻറ്റിൽ തന്നെ ആ ടൈമിൽ ഇത്രയും നല്ലൊരു പവർ ഫിഗറും കാര്യങ്ങളും ഉള്ളൊരു എഞ്ചിനും ഇത്രയും സ്പെക്കുള്ള വണ്ടിയും ആ പ്രൈസ് റേഞ്ചിൽ ഉണ്ടായിട്ട്, അപ്പോൾ ഇത് വാല്യൂ ഫോർ മണിയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. നമുക്ക് Z800 ഫോണിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഈവൻ ഹെഡ്ലൈറ്റ് വരെ നമുക്കൊരു Z പാറ്റേൺ കീപ്പ് ചെയ്തുകൊണ്ട് ഹെഡ്ലൈറ്റാണ് വരുന്നത്. ഇത് നോർമൽ ഹാലോജൻ ബൾബ് തന്നെ വരുന്നത്. ആ ടൈമിൽ നോർമൽ ഹാലോജൻ ബൾബ് തന്നെ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന, വിസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഹെഡ്ലൈറ്റ് തന്നെയാണ്. പിന്നെ ഈ വൈസറെല്ലാം വിൻഷീൽഡെല്ലാം കസ്റ്റമർ എക്സ്ട്രാ ചെയ്തതാണ്. സ്റ്റോക്ക് Z800 വിൻഷീൽഡും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ അതിന് ഇൻഡിക്കേറ്റർ നോക്കുമ്പോൾ നമുക്ക് നോർമൽ ആ ഒരു വലിയൊരു ഹെഡ്ലൈറ്റ് സാധാ കവാസാക്കിയിൽ കണ്ടുവരുന്ന ആ ടൈമിലും കണ്ടുവരുന്ന ഒരു ഇൻഡിക്കേറ്ററിനെ വരുന്നത്. നോർമൽ ബൾബും കാര്യങ്ങളെല്ലാം. അതുതന്നെ ഫ്രണ്ട് ബ്രേക്ക് നോക്കുമ്പോൾ നമുക്ക് ഡുവൽ ഡിസ്കാണ് വരുന്നത്, 2 ഡിസ്കാണ് വരുന്നത്. 310 mm 2 പെറ്റൽ ഡിസ്കാണ് വരുന്നത്. അത്യാവശ്യം നല്ല പവറിന് കണക്കായി തന്നെ നല്ല ബൈറ്റ് ഉള്ള ബ്രേക്കാണ്, നല്ല എഫിഷ്യൻ്റ് ആണ് ബ്രേക്ക്. അതുതന്നെ നമുക്ക് ഫ്രണ്ട് ടയർ വരുമ്പോൾ 120 സെക്ഷനാണ് വരുന്നത്. അത് നമുക്ക് Z800 C8 വരുമ്പോൾ അത്യാവശ്യം C8 ഇല്ല വണ്ടിയാണെന്ന് പറയാൻ കഴിയും. നമുക്ക് 834 mm C8 ഈ വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ Z900 വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം ഉണ്ട്. Z900 നല്ലോണം ലോ ആണ് C8. ഇത് അത്യാവശ്യം നല്ല C8 ഉണ്ട്. അത് നമുക്ക് Z800 ഹാൻഡ് ബാസ് എല്ലാം കുറച്ച് നല്ല വൈഡായ ഹാൻഡ് ബാസ് ആണ്. അതുപോലെ തന്നെ മിറേഴ്സെല്ലാം അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള മിറേഴ്സാണ്. അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട്, നല്ല ഷേപ്ഡ് ആയിട്ടുള്ള മിറേഴ്സും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിരിക്കുന്ന ഒരു ഫീൽ വരുന്നുണ്ട്. കാരണം ടാങ്ക് നല്ല അത്യാവശ്യം നല്ല ബൾക്കിയായ ടാങ്കാണ്. 17 ലിറ്റേഴ്സാണ് ടാങ്ക് വരുന്നത് ഇത്. അപ്പോൾ ഒരു മൈലേജ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റേഞ്ച് ക്ലെയിം ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഒരു 10 to 20 മൈലേജ് ഫിഗറിൽ നമുക്ക് കിട്ടും. അതായത് സീറ്റ് വെച്ച് നോക്കുമ്പോൾ സീറ്റ് കുറച്ച് ഹാർഡാണ്. അപ്പോൾ ലോങ് റൈഡ്സ് ചെയ്യുമ്പോൾ അത് ഓരോ ഡിപ്പെൻസ് ആണ്. അത് നമുക്ക് Z800 ബാക്ക് സൈഡിലൊക്കെ വരുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Z പാറ്റേണിൽ തന്നെയാണ് നമുക്ക് ആ ടെയിൽ ലാമ്പ് വരുന്നത്. ഫുള്ളി LED ടെയിൽ ലാമ്പ് വരുന്നത് Z പാറ്റേണിൽ തന്നെ വരുന്നത്. ടെയിൽ ലൈറ്റ് കാര്യങ്ങളെല്ലാം കസ്റ്റമർ എക്സ്ട്രാ ചെയ്തതാണ്. ടയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 180 55 ZR70 വരുന്നത്. പക്ഷേ ഇത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 190 സെക്ഷനാണ് ഇത് ഇപ്പോൾ വരുന്നത്. അപ്ഗ്രേഡ് ചെയ്ത ടയർസാണ്. നമുക്ക് Z800 മീറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ബിഗ് സൈസ്ഡ് ആയിട്ടുള്ള മീറ്ററാണെന്ന് പറയാൻ കഴിയില്ല. കുറച്ച് ഒതുങ്ങിയ നല്ല ഭംഗിയുള്ള മീറ്ററാണ്. അത് സെൻട്രലായിട്ട് നമുക്ക് RPMൻ്റെ ഗേജ് വരുന്നുണ്ട്. അതെല്ലാം നല്ല അത്യാവശ്യം നല്ല രസമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്യൂവലിൻ്റെ റേഞ്ചും അതുപോലെ തന്നെ ഫ്യൂവൽ, ടാക്കോമീറ്റർ, ഓഡോമീറ്റർ, ടൈം, അത് എഞ്ചിൻ ടെമ്പറേച്ചർ, അങ്ങനെ അത്യാവശ്യം എല്ലാ കാര്യം ലോഡഡ് ആയിട്ടുള്ളൊരു മീറ്റർ തന്നെയാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഈ മോഡലിലേക്ക് വരുമ്പോൾ നമുക്ക് Z800 വരുമ്പോൾ ABS ഉണ്ട്. ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളൊന്നുമില്ല. ABS സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ആ ടൈമിൽ വരുന്നത്. കവാസാക്കി Z800 വിപണിയിൽ ഉണ്ടായ ടൈമിൽ നമുക്ക് മെയിനായിട്ട് 3 കളേഴ്സിലാണ് Z800 അവൈലബിൾ ആയിട്ടുള്ളത്. അതിലത്തെ മെറ്റാലിക് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ് ഇത്. അത്യാവശ്യം ഗ്രീൻ ഗ്രാഫിക്സിലും വരുന്ന കളറാണ്. Z പാറ്റേൺ ഇവിടെ നമുക്കൊരു Z കാണാൻ കഴിയും. Z പാറ്റേൺ കവാസാക്കിൻ്റെ ഒരു സ്റ്റിക്കറും കാണാൻ കഴിയും. സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല നേക്കിഡ് ബീസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ലുക്കാണ്. അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുള്ള ലുക്കാണ് നമുക്ക് Z800 കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സൂപ്പർ ബൈക്കിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും ഒരു ആകാംക്ഷയോടെ ഉണ്ടാവില്ല നമുക്ക് ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് കൊണ്ട് കേൾക്കാനുള്ളൊരു ഇതാണ് ഉണ്ടാവില്ല. അപ്പോൾ അത്യാവശ്യം ഇത് സ്റ്റോക്ക് എക്സോസ്റ്റ് ആയതുകൊണ്ട് മെയിനായിട്ട് നമുക്ക് അത്ര ലൗഡൊന്നുമല്ല, എന്നാൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു സൗണ്ടാണ്. നമുക്ക് ഏതായാലും ഒന്ന് കേട്ട് നോക്കാം.
നേരത്തെ പറഞ്ഞ 83 Nm അതിൻ്റെ ടോർക്ക് വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല ടോർക്കെയർ എഞ്ചിനാണ്. നമുക്ക് അത്യാവശ്യം ലോവർ ഗിയേഴ്സിലും ഹയർ ഗിയേഴ്സിലായാലും നമുക്ക് ഒരേപോലെ ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു എഞ്ചിനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് സിറ്റി ഡ്രൈവ് ആയാലും അതേപോലെ ഹൈവേസിലായാലും നമുക്ക് ഒരേപോലെ കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. പിന്നെ ഒരു ഡിമെറ്റ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഒരു 240 231 കിലോനടുക്ക ഒരു വണ്ടിക്ക് വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റിലെ വണ്ടിയാണ്. അപ്പം ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ച് ആ ഒരു വെയിറ്റ് ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ്. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോൾ നമുക്ക് 150 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് പറയാൻ കഴിയും. ഹമ്പിലൊന്നും കാര്യങ്ങളൊന്നും ഏതായാലും ടച്ച് ചെയ്യാൻ പോകുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് പറയും. ബാക്കി സൂപ്പർ ബൈക്സ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെന്ന് പറയാൻ കഴിയും. പിന്നെ ഇത് സാധാ ഒരു ബൈക്ക് മീൻസ് ഒരു നോർമൽ ഒരു സിംഗിൾ സിലിണ്ടർ നല്ല അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ട് തന്നെ മെയിൻ്റെനൻസ് തോന്നും. കാരണം സർവീസിനായാലും തന്നെ സ്പെയർ പാർട്സിനായാലും അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. അത് തന്നെ നമുക്ക് നോർമൽ പീരിയോഡിക്കൽ സർവീസിന് തന്നെ ഏകദേശം ഒരു നിയർലി 10,000 എടുക്കുക ബഡ്ജറ്റ് നമുക്ക് കാണേണ്ടി വരും. കാരണം അത്യാവശ്യം ഓയിലിന് കാര്യങ്ങളെല്ലാം വരുമ്പോൾ ആ ഒരു റേറ്റ് ഏകദേശം വരും. അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ടയറെല്ലാം മാറുമ്പോൾ അത്യാവശ്യം 180 120 ആണ്, ഫ്രണ്ട് 120 ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം മാറുമ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. ഒരു 30,000 എടുക്കുക ബഡ്ജറ്റ് നമ്മൾ വരും. അത് ഡിഫറെൻറ്റ് ടയർസിന് ഡിഫറെൻറ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് ടയർസിന് അത്യാവശ്യം ലൈഫും കുറവായിരിക്കും. കാരണം നമുക്ക് ഒന്നാമത് ഒരു 230 വെയിറ്റ് വരുന്ന വണ്ടിയാണ്. അത് തന്നെ നമുക്ക് പെർഫോമൻസ് വണ്ടി ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ടയർ പെട്ടെന്ന് കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു ബഡ്ജറ്റ് നമ്മൾ കാണണം. ഒരു 10,000 ആ ഒരു റേഞ്ചിലാകുമ്പോൾ ടയേഴ്സും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ്റെനൻസ് പാർട്സ് വരുന്നത്. അപ്പോൾ നോർമലി ഒരു സിംഗിൾ സിലിണ്ടറിന് വരുന്ന ടൈമിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് തോന്നും. അതിന് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ് നമുക്ക് മനസ്സിലാവും. അപ്പം ഇത് കവാസാക്കി എഞ്ചിനാണ് നമുക്ക് പറയാൻ നല്ല റിലയബിൾ എഞ്ചിനാണ്. കവാസാക്കി എഞ്ചിൻ അങ്ങനെയൊന്നും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെറിറ്റ് പറയുന്നത്. അപ്പോൾ ഇത് എടുക്കുമ്പോൾ മെയിനായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്തായാലും നിയറസ്റ്റ് കവാസാക്കി ഷോറൂമിൽ കാണിച്ചിട്ടുണ്ട്, അല്ല മെക്കാനിക് കാണിച്ചിട്ട് എടുക്കണം. കാരണം ഇതിൽ നമുക്ക് പല ചതികളും പറ്റാവുന്നതാണ്. ഏത് വണ്ടി ആയാലും നമുക്ക് കുറേ എന്തായാലും മാറ്റാനും കാര്യങ്ങളും പറ്റുന്നത്. അപ്പോൾ ആക്സിഡൻ്റ് ആയതാണോ അങ്ങനെയെല്ലാം ചെയ്തിട്ട് വണ്ടി എടുക്കാൻ പാടുള്ളൂ. ഒരു 4.5 ലക്ഷം മുതൽ ഒരു 7 ലക്ഷം 6 ലക്ഷം വരെയാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റ് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വണ്ടിയാകുമ്പോൾ എന്തായാലും ആ ഒരു റേറ്റ് ഉണ്ടാവും. പിന്നെ അത് തന്നെ എന്തെങ്കിലും ചേഞ്ച് എക്സോസ്റ്റോ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ റേറ്റും കൂടെ എന്തായാലും വരും. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് മെയിനായിട്ട് പറഞ്ഞാൽ നല്ലോണം എല്ലാവരും നോക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഇതാണ്. ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ബൈക്കാണ് ഇത് സത്യം പറഞ്ഞാൽ. അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കവാസാക്കി ഷോറൂം കാണിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി എടുക്കാമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം മനസ്സിൽ വെച്ചിട്ട് തന്നെ അപ്ഗ്രേഡ് ചെയ്യുക. കാരണം വെച്ചാൽ എക്സ്പെൻസീവ് ആയാലും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമെങ്കിൽ നല്ലൊരു സൂപ്പർ ബൈക്കാണെന്നാണ് പറയാൻ കഴിയും. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ബൈക്കാണെന്നാണ് പറയാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് Z800 റിവ്യൂവിൽ മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ വീൽസ് ഫോർ റൈവറിൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നു. നന്ദി.